നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ജെസ്സിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വെണ്ടയ്ക്ക കറിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. പറയുന്നത്ര എളുപ്പമല്ലെങ്കിലും വലിയ പണികളൊന്നുമില്ലാതെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വെണ്ടയ്ക്ക കറിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഒരു മീഡിയം സൈസ് തേങ്ങയുടെ ഒരു മുറി ചിരകി വെക്കാം. മെയിനായിട്ട് നമുക്ക് വേണ്ടുന്ന ഒരു 10ഓളം വെണ്ടയ്ക്ക, ഒരു മീഡിയം സൈസ് തക്കാളി, ഒരു മീഡിയം സൈസ് സവാള എന്നിവയാണ്. ഇത് നന്നായി കഴുകിയതിന് ശേഷം അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളത്തിൽ കലക്കി ഒരു 15-20 മിനിറ്റ് മാറ്റി വെക്കാം. ശേഷം നമ്മൾ ചിരകി വെച്ച തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. ഇതിനായിട്ടൊരു പാനിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് തേങ്ങ വറുക്കാം. തേങ്ങ ഏകദേശം ഒന്ന് വാടി വരുമ്പോഴത്തേക്കിനും കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, ഒരല്പം ഗരം മസാല, അല്പം മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് വറുത്തെടുക്കാം. തേങ്ങയുടെ വറവിനനുസരിച്ച് കറിയുടെ രുചിയിൽ വ്യത്യാസം ഉണ്ടാകും. മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി തേങ്ങ ഏകദേശം ഒരു ബ്രൗൺ നിറത്തിന് മുകളിലോട്ട് വറന്നു വന്നു കഴിയുമ്പോഴത്തേക്കിനും നമുക്കത് മാറ്റി വെക്കാം. ചൂടാറിയ ശേഷം വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാം. കറി തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള പാത്രം അടുപ്പിൽ വെച്ച് കടുക് പൊട്ടിക്കാം. കടുകിനോടൊപ്പം തന്നെ ഒരു 5 ഉലുവ അതിനോടൊപ്പം ഒന്ന് പൊട്ടിച്ചെടുക്കണം. ഉലുവ ഇവിടെ ചേർക്കാനില്ലാത്തത് കൊണ്ട് ഞാൻ വറുത്ത പൊടിച്ച ഉലുവയാണ് ഒരു ചെറിയ അളവിലാണ് ചേർക്കുന്നത്. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വേഗം വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 പച്ചമുളക് കീറിയത്, ചെറുതായി അരിഞ്ഞ ഒരു 4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി എന്നിവയും കൂടി അതിൻ്റെ കൂടെ ചേർത്ത് നമുക്ക് വഴറ്റിയെടുക്കാം. ഉള്ളി ഏകദേശം ഒന്ന് വഴന്ന് വന്ന് കഴിയുമ്പോഴത്തേക്കിനും അരിഞ്ഞു വെച്ച തക്കാളി കൂടി ചേർക്കാം. ഒരു 3 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കായ ചേർത്ത് സവാളയും തക്കാളിയും നന്നായി ഇളക്കി അതിനോടൊപ്പം യോജിക്കാം. ഒരുപാട് യോജിപ്പിക്കേണ്ട കാര്യമില്ല, വെണ്ടയ്ക്കായ കുഴഞ്ഞു പോകും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെറുതായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് അടച്ചു വെക്കാം. വെണ്ടയ്ക്കായ്ക്ക് വേവ് കുറവാണ്, അതുകൊണ്ട് ഇടയ്ക്കൊന്ന് തുറന്ന് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് തിരിച്ചു മറിച്ചൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് അരപ്പ് ഈ ചേരുവയിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യമായ വെള്ളം കൂടി ചേർത്തതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കാം. ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം നമുക്ക് ആവശ്യമായ കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. കറിയുടെ തിക്നെസ് നമ്മുടെ പരുവത്തിനനുസരിച്ച് നമുക്ക് വറ്റിച്ചെടുക്കാം. തുറന്ന് വെച്ച് വറ്റിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വറ്റി കിട്ടും. കറിയുടെ തിക്നെസ് പരിശോധിച്ചതിന് ശേഷം ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുത്ത് നമുക്ക് വാങ്ങി വെക്കാം.